ഭീകരവും ഭയാനകവും മനുഷ്യത്വ വിരുദ്ധവുമായ ഒരുപാട് നിയമങ്ങളുള്ള ഒരു രാജ്യമാണ് ഉത്തര കൊറിയ. അവിടുത്തെ നിയമങ്ങളും നടപടികളുമൊന്നും മുഴുവനായും പുറം ലോകം അറിയില്ല എങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ട ആളുകൾ മാധ്യമങ്ങളോട് വിളിച്ചു പറഞ്ഞ ഏതാനും ചില സംഗതികളിൽ നിന്ന് ചുരുക്കം ചില നിയമങ്ങൾ നമുക്കറിയാൻ സാധിച്ചിട്ടുണ്ട്. അവിടുത്തെ പൗരന്മാർ എങ്ങനെ മുടിവെട്ടണമെന്ന് തീരുമാനിക്കുന്നത് അവിടുത്തെ ഗവൺമെൻറ്റാണ്. അവിടുത്തെ പൗരന്മാർ എങ്ങനെ വസ്ത്രം ധരിക്കണം എന്ന് തീരുമാനിക്കുന്നത് അവിടുത്തെ ഗവൺമെൻറ്റാണ്. അവിടുത്തെ പൗരന്മാർ ഏതൊക്കെ ചാനലുകൾ കാണണം, ഏതൊക്കെ വെബ്സൈറ്റുകൾ ഉപയോഗിക്കണം എന്ന് തീരുമാനിക്കുന്നത് അവിടുത്തെ ഗവൺമെൻറ്റാണ്. അവിടുത്തെ പൗരന്മാർ ചിരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് പോലും അവിടുത്തെ ഭരണകൂടമാണ്. ഒരാൾ തെറ്റ് ചെയ്താൽ അയാളുടെ മകനും അയാളുടെ പേരക്കുട്ടിയും ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന ഒരു രാജ്യം. ആരാധനാപൂർവം മാത്രം ഭരണകൂടത്തിൽപ്പെട്ട ആളുകളെ നോക്കാനും കാണാനും അവരുടെ മുന്നിൽ നിൽക്കാനും പോലും അവകാശമുള്ള ഒരു ജനത. ഇതൊക്കെയാണ് ഉത്തര കൊറിയ. ഒരു സുപ്രഭാതത്തിൽ ഉത്തര കൊറിയ അങ്ങനെ ആയിത്തീർന്നതല്ല. ഘട്ടം ഘട്ടമായി ഒരുപാട് കാലങ്ങളുടെ പ്രയാണത്തിൽ അവിടെ എത്തിച്ചേർന്നതാണ് ഉത്തര കൊറിയ. പ്രിയപ്പെട്ടവരെ, നമ്മളും ഭയക്കേണ്ടിയിരിക്കുന്നു, പേടിക്കേണ്ടിയിരിക്കുന്നു. എന്ത് ധരിക്കണമെന്ന് നമ്മളോട് ആരൊക്കെയോ പറയാൻ ശ്രമിക്കുന്നു. എന്ത് ധരിക്കരുത് എന്ന് തിട്ടൂരമിറക്കാൻ ആരൊക്കെയോ കിണഞ്ഞു പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ആരൊക്കെയോ സർവ്വസ്വാതന്ത്ര്യവുമുള്ള ഈ രാജ്യത്തെ പൗരന്മാരെ തങ്ങളുടെ സ്വാധീന വലയത്തിൽ കുടുക്കി നിർത്തി അടിമകളാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്ത ദിവസങ്ങളായി നമ്മൾ കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിവാദമാണ് ഹിജാബിൻ്റെ വിവാദം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഹിജാബ് എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു തുണിയല്ല, ഒരു തുണിക്കഷ്ണമല്ല, മറിച്ച് അതൊരു വികാരമാണ്, അതൊരു അനുസരണയാണ്, സമർപ്പണമാണ്. ആരെങ്കിലും ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് നീ അണിയരുത് എന്ന് പറയുമ്പോൾ വലിച്ചൂരി എറിയാനുള്ളതല്ല ഒരിക്കലും അത്. ഉപ്പയോ ഉമ്മയോ അധ്യാപകന്മാരോ കൂട്ടുകാരോ സഹപാഠികളോ പറഞ്ഞു കൊടുത്തിട്ടതല്ല, പറഞ്ഞു കൊടുത്തിട്ട് അവർ ധരിച്ചതല്ല അത്. മറിച്ച് മുസ്ലിങ്ങളുടെ വിശ്വാസത്തിന്റെ അടിത്തറ എന്താണ്? സൂറത്തുൽ അഹ്സാബിന്റെ 32-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞിരുന്നു, وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون لهم الخيرة من أمرهم ومن يعص الله ورسوله فقد ضل ضلالا بعيدا. മുസ്ലിമായ ആണിനോ പെണ്ണിനോ പാടുള്ളതല്ല, അല്ലാഹുവും അവന്റെ റസൂലും ഒരു കാര്യത്തിൽ തീർപ്പ് കൽപ്പിച്ചു കഴിഞ്ഞാൽ, നീ ഇന്നത് ധരിക്കണമെന്ന് അല്ലാഹു പറഞ്ഞാൽ, റസൂല് പറഞ്ഞാൽ, ആ കാര്യത്തിൽ ഒരു സ്വാതന്ത്ര്യമുണ്ടാവാൻ, സ്വന്തമായ ഒരു അഭിപ്രായമുണ്ടാകാൻ മുസ്ലിം ആണിനോ പെണ്ണിനോ പാടുള്ളതല്ല. ആരാണോ അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും ധിക്കരിക്കുന്നത്, അവൻ വിദൂരമായ വഴികേടിലായിരിക്കുന്നു, അവൻ വഴിപിഴച്ചു പോയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിലേക്ക് കടന്നു വരണോ വേണ്ടയോ, ഇസ്ലാമിൽ തുടർന്ന് ജീവിക്കണോ വേണ്ടയോ എന്നൊക്കെ ഓരോ വ്യക്തികളുടെ ഇഷ്ടമാണ്. ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിലൊരു ബലാത്കാരവുമില്ല. പക്ഷെ ഒരു മുസ്ലിമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഇസ്ലാമിന് ചില ചട്ടക്കൂടുകളുണ്ട്, ചില നിബന്ധനകളുണ്ട്, നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങൾക്കനുസരിച്ചല്ലാതെ ജീവിക്കാൻ പാടില്ല. വൽ ഖവാഇദു മിനൻ നിസാഇ അല്ലാതി ലാ യർജൂന നികാഹ ഫലൈസ അലൈഹിന്ന ജുനാഹുൻ അൻ യദഅന സിയാബഹുൻ
غير متبرجات بزينة وأن يستعففن خير لهن والله سميع عليم. യൗവനങ്ങളൊക്കെ കടന്നുപോയി മധ്യവയസ്സും കഴിഞ്ഞ് വാർദ്ധക്യത്തിലെത്തി ഒരു വിവാഹത്തിനൊരിക്കലും താല്പര്യം ആർക്കും തോന്നാത്ത അവസ്ഥയിൽ ഒരു പെണ്ണെത്തിപ്പെട്ടാലും ആ പെണ്ണിന് വേണമെങ്കിൽ ഹിജാബ് ഒഴിവാക്കാം. പക്ഷേ അവളുടെ സൗന്ദര്യം ആ സമയത്തും പ്രദർശിപ്പിക്കുന്ന തരത്തിലുള്ള വസ്ത്രധാരണം പാടില്ല. അവൾ തന്റെ പാതിവൃത്യം കാത്തു സൂക്ഷിക്കുന്നതാണ് അവൾക്ക് ഏറ്റവും നല്ലത് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു തരാണ്. യാ ബനീ ആദം ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആതികും വരീഷാ വലിബാസുത് തഖ്വാ ദാലിക ഖൈർ ദാലിക മിൻ ആയാതില്ലാഹി ലഅല്ലഹും യദ്ദക്കറൂൻ. ആദമിന്റെ സന്തതികളെ, രണ്ട് രീതിയിലുള്ള വസ്ത്രം നാം നിങ്ങൾക്ക് ഇറക്കി തന്നിട്ടുണ്ട്. ഒന്നാമത്തെ വസ്ത്രം ഏതാണ്? അത് നിങ്ങളുടെ നഗ്നത മറക്കാനുള്ളതാണ്, നിങ്ങളുടെ ഔറത്ത് മറക്കാനുള്ളതാണ്. അതുപോലെ തന്നെ വരീഷ, അലങ്കാരമായ വസ്ത്രവും നാം നിങ്ങൾക്ക് ഇറക്കി തന്നിട്ടുണ്ട്. വലിബാസുത് തഖ്വാ ദാലിക ഖൈർ. ആരാണോ തഖ്വയുടെ വസ്ത്രം സ്വീകരിക്കുന്നത്, ആരാണോ നന്മയുടെ, സൂക്ഷ്മതയുടെ, അള്ളാഹുവിനോടുള്ള ഭയത്തിന്റെ വസ്ത്രം സ്വീകരിക്കുന്നത്, അതാണ് അവന് ഏറ്റവും നന്നായതെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ഹവ്വാ ബീവിയെയും പിശാച് പ്രലോഭനം നടത്തി വഴിതെറ്റിച്ചപ്പോ, പിശാച് പ്രലോഭനം നടത്തി ഒരു തെറ്റ് ചെയ്യിച്ചപ്പോ ആദ്യമായി അവർക്ക് നഷ്ടപ്പെട്ടത് അവരുടെ വസ്ത്രമാണ്, അവരിൽ വെളിപ്പെട്ടത് അവരുടെ നഗ്നതയാണ്. പരിശുദ്ധ ഖുർആനിൽ അത് കാണാൻ കഴിയും. യാ ബനീ ആദം, ആദമിന്റെ സന്തതികളെ, ലാ യഫ്തിനന്നകുമുശ് ശൈത്താൻ, പിശാച് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ, ചതിച്ചു കളയാതിരിക്കട്ടെ. കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന, നിങ്ങളുടെ മാതാപിതാക്കളെ എപ്രകാരമാണോ അവൻ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയത്, അതുപോലെ പിശാച് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. അവരെന്താണ് അവരോട് ചെയ്തത്? ആദമിനോടും ഹവ്വയോടും അവൻ എന്താണ് ചെയ്തത്? യൻസിഉ അൻഹുമാ ലിബാസഹുമാ ലിയുരിയഹുമാ സൗആതിഹിമാ, അവരുടെ വസ്ത്രങ്ങൾ അത് അവരിൽ നിന്ന് നീക്കം ചെയ്തുകൊണ്ട് അവർ പരസ്പരം നഗ്നത കാണുമാർ അവരെ നഗ്നരാക്കി കളഞ്ഞു പിശാച്. അതാണ് അവൻ ആദ്യമായി ചെയ്തത്. പ്രിയപ്പെട്ടവരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരെ, പെങ്ങന്മാരെ, അനുജത്തിമാരെ, നിങ്ങളോട് വസ്ത്രമുരയാൻ, നിങ്ങളുടെ ഔറത്ത് കാണിക്കാൻ, നിങ്ങളുടെ ശരീരത്തിന്റെ ഭംഗി കാണിക്കാൻ, നിങ്ങളുടെ സൗന്ദര്യം കണ്ടാസ്വദിക്കാൻ ഒരുപാട് കഴുകന്മാർ ഈ ലോകത്ത് കാത്തു നിൽക്കുന്നുണ്ട്. അവരുടെ മുന്നിലേക്ക് വസ്ത്രമൂരി എറിയുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾക്ക് സംഭവിച്ച ചതി എന്താണോ അത് തന്നെയാണ് നമുക്കും സംഭവിച്ചു പോകുന്നത്. ഒരിക്കലും അതിന് വശംവദരാകാൻ പാടില്ല. പിശാചിന്റെ പ്രലോഭനങ്ങളും പ്രചോദനങ്ങളും എല്ലാ കാലഘട്ടത്തിലും, എല്ലാ നേരത്തും, എല്ലാ സമയത്തും, എല്ലാ സ്ഥലങ്ങളിലും സുലഭമായി ഉണ്ടാകുമെന്ന് പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളിലൂടെ പടച്ചറബ് വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ പ്രചോദനങ്ങളും പ്രലോഭനങ്ങളും എന്താണെന്ന് മനസ്സിലാക്കി സ്വന്തമായ നിലപാടിലൂടെ, ശക്തമായ നിലപാടിലൂടെ, തന്റെ കർമ്മങ്ങളിലും തന്റെ ചിന്തയിലും തന്റെ വാക്കുകളിലുമെല്ലാം ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്ന ധീരകളായ വനിതകളായിട്ട് വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ. ഹിജാബ് എന്ന് പറയുന്നത് ഒരു നിലപാടാണ്, അതൊരിക്കലും ഒരു വസ്ത്രമല്ല, ഒരു തുണിയുമല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. 5 കാര്യങ്ങളാണ് ഹിജാബിനെ കുറിച്ച് നാം മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തത്, ഹിജാബ് ഒരു പെണ്ണിന് നൽകുന്ന സംരക്ഷണം ചെറുതൊന്നല്ലത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞത് എന്താണ്? യാ അയ്യുഹൻ നബി, അല്ലയോ പ്രവാചകരെ, ഖുൽ ലി അസ്വാജിക വ ബനാതിക, താങ്കളുടെ ഭാര്യമാരോടും താങ്കളുടെ മക്കളോടും, വനിസാഇൽ മുഅ്മിനീൻ, വിശ്വാസിനികളായ സ്ത്രീകളോടും പറയുക. എന്താണ് അവരോട് പറയേണ്ടത്? യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ, അവരുടെ മൂടുപടം, അവരുടെ ഹിജാബ് അവർ വൃത്തിയായി ധരിച്ചു കൊള്ളട്ടെ, അവരവരുടെ ശരീരത്തിലേക്ക് താഴ്ത്തിയിട്ട് കൊള്ളട്ടെ. ദാലിക അദ്നാ അൻ യുറഫ്ൻ, അതാണ് അവർ തിരിച്ചറിയപ്പെടാൻ ഏറ്റവും നല്ലത്. ഫലാ യുദൈൻ, അവർ ആക്രമിക്കപ്പെടാതിരിക്കാൻ, അവർ ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ, അതാണ് ഏറ്റവും നല്ലത്. വകാനല്ലാഹു ഗഫൂറർ റഹീമാ, അല്ലാഹു അങ്ങേയറ്റം പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. ഇവിടെ അല്ലാഹ് പറഞ്ഞ വാക്ക് വളരെ ശ്രദ്ധേയമാണ്. ദാലിക അദ്നാ അൻ യുറഫ്ന വലാ യുദീൻ, അവർ തിരിച്ചറിയാനും അതുപോലെ തന്നെ അവർ ഉപദ്രവിക്കപ്പെടാതിരിക്കാനും. മറ്റൊന്ന്, ഒരു ഹിജാബ് ധരിച്ച പെണ്ണ് പോകുമ്പോൾ ആ പെണ്ണ് പറയാതെ പറയുന്നത് എന്താണ്? നിന്റെ കാമക്കണ്ണുകൾക്ക് മുന്നിൽ വിരുന്നൊരുക്കാനുള്ളതല്ല എന്റെ ശരീരത്തിന്റെ സൗന്ദര്യം എന്ന വ്യക്തമായ പ്രഖ്യാപനമാണത്.
നീ എന്നെ നോക്കണ്ട, നിന്റെ ഇംഗിതത്തിന് ഞാൻ വഴങ്ങില്ല. എൻ്റെ ശരീരത്തിന്റെ നിന്നോന്നതികൾ കാണിച്ചുകൊണ്ട് നിന്റെ മനസ്സിനെ ഇക്കിളിപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല, എനിക്കതിന് മനസ്സില്ല എന്ന പ്രഖ്യാപനമാണ് ഒരു പെണ്ണിന്റെ ഹിജാബിന്റെ ധാരണം. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ അതിന്റെ നേരെ വിപരീതയിലെ പ്രഖ്യാപനമാണ്. അവർ ആക്രമിക്കപ്പെടാതിരിക്കാൻ, ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ. എന്താണ് ആ ഉപദ്രവം പ്രിയപ്പെട്ടവരെ? ഒരുപാട് റിസർച്ചുകൾ ലോകത്ത് നടന്നിട്ടുണ്ട്. ഒരുപാട് സിനിമാ നടിമാരും സാമൂഹ്യ പ്രവർത്തകകളും മീഡിയകളോട്, സോഷ്യൽ മീഡിയകളോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഞങ്ങൾ കുറച്ച് സുരക്ഷിതത്വം ആഗ്രഹിക്കുമ്പോൾ, ഞങ്ങളൊരു പ്രൈവസി ആഗ്രഹിക്കുമ്പോൾ, ഞങ്ങളൊരു സ്വകാര്യത ആഗ്രഹിക്കുമ്പോൾ ഞങ്ങൾ ഹിജാബ് ധരിച്ചിട്ട് പുറത്തിറങ്ങാറുണ്ട്. ഹിജാബ് ധരിച്ചാൽ ഞങ്ങളെ ആരും തുറിച്ചു നോക്കാറില്ല, ഞങ്ങളോടാരും മോശമായ കമന്റുകൾ പറയാറില്ല, ഞങ്ങളോടാരും മുസ്ലിങ്ങളല്ലാത്ത എത്ര സ്ത്രീകൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഇതിന്. ഹിജാബ് ധരിച്ചിറങ്ങിയാൽ ആളുകൾ ഞങ്ങളെ നോക്കുന്നത് വളരെ അത്രക്ക് ഞരമ്പ് രോഗിയായ ആളുകളൊക്കെ നോക്കുള്ളൂ, വളരെ വിരളം. അള്ളാഹു പറഞ്ഞ എത്ര സത്യമാണ്. നിങ്ങൾ ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ അതാണ് നിങ്ങൾക്ക് നല്ലത്. ആ ഉപദ്രവം ജീവിതത്തിൽ ഒഴിവായി കിട്ടും പ്രിയപ്പെട്ടവരെ. അതിനുവേണ്ടിയാണ് ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് ഹിജാബ് സംരക്ഷണമാണ്. രണ്ടാമത്തത് ഹിജാബ് വിശുദ്ധിയാണ് പ്രിയപ്പെട്ടവരെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ ഭാര്യമാരെ കുറിച്ച് സമൂഹത്തോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അല്ലാഹു പറയാണ്, സൂറത്തുൽ അഹ്സാബിന്റെ 35-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, വഇദാ സഅൽതുമൂഹുന്ന മതാഅൻ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ് ദാലികും അത്ഹറു ലിഖുലൂബികും വഖുലൂബിഹിൻ. നിങ്ങൾ ഉമ്മഹാത്തുകളോട്, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളോട് എന്തെങ്കിലും കാര്യം ചോദിക്കുമ്പോൾ, അല്ലാഹുവിന്റെ റസൂലിന്റെ പത്നിമാരോട് എന്തെങ്കിലും കാര്യം ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? മറയുടെ പിന്നിൽ നിന്ന് ചോദിക്കുക. ദാലികും അത്ഹറു ലിഖുലൂബികും വഖുലൂബിഹിൻ. നിങ്ങളുടെ ഹൃദയത്തിനും അവരുടെ ഹൃദയത്തിനും ഏറ്റവും പരിശുദ്ധിയുള്ളത് അതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിലൂടെ നമുക്ക് ഓതി തന്ന് പഠിപ്പിച്ചിരുന്നു. മാത്രമല്ല ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, ലാ യഖ്ലുവന്ന റജുലുൻ ബിഇംറഅത്തിൻ ഇല്ലാ വമഅഹാ ദൂ മഹ്റമിൻ വലാ തുസാഫിരിൽ മർഅതു ഇല്ലാ മഅ ദീ മഹ്റം. ഹിജാബിന്റെ വിഷയത്തിൽ മാത്രമല്ല, ഒരാണും പെണ്ണും ഒരിക്കലും ഒറ്റക്കാകരുത് എന്ന് പോലും അള്ളാഹുവിന്റെ റസൂൽ നിർബന്ധം പിടിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണത്? മുസ്ലിങ്ങളായ ആളുകളോട് മുഴുവൻ സംശയരോഗം ഉണ്ടായേണ്ടതല്ല, മറിച്ച് മുസ്ലിങ്ങൾ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവരാകണം. സിനയെ കുറിച്ച് ഖുർആൻ പറഞ്ഞ എന്താണ്? വ്യഭിചരിക്കരുത് എന്നല്ല, വലാ തഖറബു സിന, നിങ്ങൾ സിനയിലേക്ക് അടുത്തു പോകരുത് എന്നാണ്. നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുത്തു പോകരുത്. ഇന്നഹു കാന ഫാഹിശതൻ വമഖതൻ വസാഅ സബീല. അതെന്താണ്? മ്ലേച്ഛമാണ്, വൃത്തികേടാണ്, ഏറ്റവും മോശമായ വഴിയുമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. അതിലേക്ക് അടുക്കുന്ന യാതൊന്നും നിങ്ങളിൽ നിന്നുണ്ടാവരുത്. എന്താണ് റസൂൽ പറഞ്ഞത്? ഒരാണും ഒരു പെണ്ണും ഒരിക്കലും ഒറ്റക്കാവരുത്, ഒരു മുഹറം കൂടെയില്ലാതെ. അതുപോലെ തന്നെ ഒരു പെണ്ണ് ഒറ്റയ്ക്ക് യാത്ര ചെയ്യരുത്, വിദൂര യാത്രകൾ ഒരു പെണ്ണൊറ്റയ്ക്ക് ചെയ്യരുത്. അവളുടെ കൂടെ മുഹറം ഇല്ലാതെ, മുഹറം എന്ന് പറഞ്ഞാൽ അവൾക്ക് വിവാഹം കഴിക്കൽ അനുവദനീയമല്ലാത്ത ഹറാമായ ആളുകൾക്കാണ് മഹറം എന്ന് പറയുക. അവർ കൂടെ ഇല്ലാതെ ദൂരസ്ഥലത്തേക്കുള്ള യാത്ര ഒരു പെണ്ണ് ചെയ്യരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വളരെ വ്യക്തമായി പഠിപ്പിച്ചു തരാൻ. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ മൂന്നാമത്തെ വിഷയം എന്താണ്? ഒരു പെണ്ണ് പർദ്ദ ധരിച്ച് പുറത്തിറങ്ങുമ്പോൾ അവൾ സ്വയം ഒരു പ്രദർശന വസ്തുവാകാതിരിക്കാനുള്ള നിലപാടാണ്. ഞാനൊരു സ്വയം പ്രദർശന വസ്തു ആവുന്നില്ല. എന്റെ ശരീരം ആര് കാണണം, എന്റെ സൗന്ദര്യം ആര് കാണണം എന്ന് എനിക്ക് തീരുമാനിക്കാം എന്നൊരു പ്രഖ്യാപനമാണ് ഒരു പെണ്ണ് നടത്തുന്നത്. സാധാരണഗതിയിൽ ഈ മീഡിയയിലൊക്കെ വന്നിട്ട് ഭയങ്കര പ്രസംഗം നടത്തുന്ന ആളുകൾ പറയാറുണ്ട്, ആണുങ്ങൾ നോക്കുന്നതിന് പെണ്ണുങ്ങൾ മറക്കുന്ന എന്തിനാ? ആണുങ്ങൾ നോക്കായിരുന്നാ പോരെ, ആണുങ്ങളോട് നോക്കരുത് എന്ന് പറയണം, പെണ്ണുങ്ങൾ മൂടിക്കെട്ടി നടക്കേണ്ട ആവശ്യമില്ലല്ലോ അതിന് എന്ന് പറയുന്ന ആളുകൾക്ക് രണ്ട് മറുപടിയാണുള്ളത്. നിങ്ങൾ അപ്പറഞ്ഞ വർത്താനം ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അപ്പറഞ്ഞ വർത്താനം ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആണുങ്ങളോട് നോക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്, വളരെ വ്യക്തമായി ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നൂറിലെ 31-ാമത്തെ ആയത്ത് എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? വഖുല്ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാതി യഗ്ദുദ്ന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദ്ന ഫുറൂജഹുന്ന വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ദഹറ മിൻഹാ. റസൂലേ, ആണും പെണ്ണുമാകുന്ന വിശ്വാസികളോടും വിശ്വാസികളോടും പറയുക, നിങ്ങളുടെ കണ്ണുകൾ താഴ്ത്തുക. അത് നിങ്ങൾ മീഡിയ കയറി ഇരുന്ന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. പടച്ചോനറിയാം എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യേണ്ടെന്ന്. അള്ളാഹ് വളരെ വ്യക്തമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, കണ്ണുകൾ താഴ്ക്കാൻ, കണ്ണുകൾ താഴ്ത്താൻ, നോക്കാതിരിക്കാൻ. പക്ഷേ എല്ലാരെ കൊണ്ട് നോക്കാതിരിക്കാൻ, നോക്കൽ തടയാൻ ആർക്കെങ്കിലും പറ്റുമോ? ഏതെങ്കിലും ഒരു ഗവൺമെന്റിന് പറ്റുമോ? ഉദാഹരണത്തിന് ഒരാൾ ഒരു സ്ഥലത്ത് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് അവിടെ ഭയങ്കര കൊതുകുണ്ട്. അയാൾ വിചാരിക്കുകയാണ്, ഈ കൊതുകിനെ മുഴുവൻ കൊന്നു തീർത്തിട്ട് ഞാൻ എന്ത് ചെയ്യുക, ഉറങ്ങാം എന്ന് തീരുമാനിച്ചാൽ അയാളൊന്ന് ഉറങ്ങുമോ?
നിങ്ങൾ സ്വന്തത്തോടൊന്ന് മറുപടി പറഞ്ഞു നോക്കുക. അയാളൊന്ന് ഉറങ്ങാൻ കഴിയൂല. എത്ര കൊന്നാലും പിന്നെ എവിടെയെങ്കിലുമൊക്കെ ബാക്കിയുണ്ടാവും, വന്ന് കടിക്കും. അയാൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? നല്ലൊരു കൊതുകുവലയിടുക, എന്നിട്ട് സുഖമായി കിടന്നുറങ്ങുക. ഇതാണ് നടന്നു പോകുമ്പോൾ അവിടെയുള്ള സകല വായ നോക്കുകളും കണ്ണു താത്താൻ അവരുടെ മുഖത്ത് മൂടുപടരാൻ കഴിയൂല. നിന്റെ ശരീരം നീ മറക്കുക. അതാണ് നിനക്ക് കഴിയുന്ന പ്രായോഗികമായ ഏറ്റവും വലിയ സൊല്യൂഷൻ, പ്രായോഗികമായ പരിഹാരം. ഒരു പെണ്ണ് ഹിജാബ് ധരിക്കുമ്പോൾ ഈ ഒരു നിലപാടാണ് അവൾ എടുക്കുന്നത്. ഞാൻ എൻ്റെ കാര്യം നോക്കാൻ, എൻ്റെ ശരീരം. നിങ്ങൾ വായി നോക്കിയാളാണോ? നിങ്ങൾക്ക് ഇവിടെ പ്രദർശിപ്പിച്ച് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ, അവർ നിങ്ങൾ നോക്കിക്കോളൂ, അവർ നിങ്ങൾ ആസ്വദിച്ചോളൂ. എന്തായാലും നിങ്ങളുടെ കണ്ണിൻ്റെ മുന്നിൽ വിരുന്നൊരുക്കാൻ ഞാൻ തയ്യാറല്ല എന്നാണ് ആ പെണ്ണ് പ്രഖ്യാപിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നാലാമത്തെ കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനത്തിൽ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിൽ നമുക്ക് കാണാൻ കഴിയും. എവിടെയൊക്കെ ഹിജാബ് പറഞ്ഞിട്ടുണ്ടോ അവിടെയൊക്കെ മുഅ്മിനാത്തുകളെ വിളിച്ചിട്ട്, മുഅ്മിനീങ്ങളെ വിളിച്ചിട്ടാണ് സംസാരിച്ചത്. വിശ്വാസത്തിന്റെ ഭാഗമാണത്, അടിയുറച്ച വിശ്വാസത്തിന്റെ ഭാഗമാണത്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് തമീമി ഗോത്രത്തിൽപ്പെട്ട ചില സ്ത്രീകൾ വരികയാണ്. അവർ വളരെ നേർത്ത വസ്ത്രമാണ് ധരിച്ചിട്ടുള്ളത്. ആ വസ്ത്രം ധരിച്ചിട്ട് അവരിങ്ങനെ വന്നപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ അവരോട് പറയാണ്, ഇൻ കുൻതുന്ന മുഅ്മിനാത്തിൻ ഫലൈസ ഹാദാ ബിലിബാസിൽ മുഅ്മിനാത്ത്. നിങ്ങൾ മുഅ്മിനാത്തുകളാണെങ്കിൽ, വിശ്വാസിനികളാണെങ്കിൽ ഈ വസ്ത്രം നിങ്ങൾ ധരിക്കാൻ പാടില്ല. വ ഇൻ കുൻതുന്ന ഗൈറ മുഅ്മിനാത്തിൻ ഫതംതഈന. നിങ്ങൾ മുഅ്മിനാത്തുകളല്ലേ, വിശ്വാസിനികളല്ലേ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ധരിച്ചോ, പ്രശ്നമില്ല. പക്ഷെ വിശ്വാസത്തിന്റെ ആദർശം നെഞ്ചിലേറ്റിയവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള വസ്ത്രധാരണം നടത്താൻ പാടില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ശക്തമായി അവരോട് പറഞ്ഞു കൊടുത്തതായി കാണാൻ കഴിയും. വഖുൽ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലി അസ്വാജിക വ ബനാതിക വ നിസാഇൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളെ വിളിച്ചിട്ടാണ് അല്ലാഹു പറഞ്ഞത്. എല്ലാവരും ഇതിട്ട് നടക്കണമെന്ന് ഇസ്ലാം പറയുന്നില്ല. ഇസ്ലാമിന് അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ല. നീ മുസ്ലിമാണോ, നീ വിശ്വാസിയാണോ, നീ ഇങ്ങനെ നടന്നിരിക്കണം. അതല്ലെങ്കിൽ തുറന്നു പ്രഖ്യാപിച്ചോ നീ വിശ്വാസിയല്ല, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ജീവിക്കാം, എന്തും കാണിക്കാം, എങ്ങനെയും നടക്കാം, ഹയാ ഇല്ലാതെ നിനക്ക് ജീവിക്കാം. അഞ്ചാമത്തെ വിഷയം പ്രിയപ്പെട്ടവരെ, ഹിജാബ് എന്ന് പറയുന്നത് ഹയാ ആണ്, ലജ്ജയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണാം, ഇന്ന ലികുല്ലി ദീനിൻ ഖുലുഖ. എല്ലാ മതങ്ങൾക്കും ഒരു സ്വഭാവമുണ്ട്, എല്ലാ മതങ്ങൾക്കും ഒരു പ്രകൃതമുണ്ട്. വഖുലുഖുൽ ഇസ്ലാമി അൽ ഹയാ. ഇസ്ലാമിന്റെ സ്വഭാവം എന്താണ്? ദീനുൽ ഇസ്ലാമിന്റെ പ്രകൃതം എന്താണ്? അൽ ഹയാ, ലജ്ജയാണ്. ലജ്ജയില്ലാത്തവന് മുസ്ലിമായി ജീവിക്കാൻ ശരിക്കും കഴിയൂല. അത് ഹദീസിൽ നിന്ന് വ്യക്തമാണ്. റസൂലുള്ളാഹി പറയുന്നു, ഇന്നൽ ഹയാ വൽ ഈമാന ഖുരിനാ ജമീഅ. വിശ്വാസവും ലജ്ജയും ഒരേ കയറിലാണ് കെട്ടിയിട്ടിരിക്കുന്നത്. ഫഇദാ റുഫിയ അഹദുഹുമാ റുഫിയ അൽ ആഖർ. ഒന്ന് ഉയർത്തപ്പെട്ടാൽ മറ്റേത് ഉയർത്തപ്പെടും, ഒരു സംശയമില്ല. ലജ്ജയില്ലാത്തവൻ യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ പാടില്ല. മുസ്ലിമിന് ലജ്ജ വേണം. ചില ആളുകൾ രാവിലെ പയ്യാമ്പലത്തൊക്കെ ഓടാൻ വരുമ്പോൾ കാണാം മുട്ടിന് മേലെയുള്ള ട്രൗസർ ഇട്ടിട്ട് ഒരു നാണവും മാനില്ല. അതൊരു മുസ്ലിമിന് അത് പാടില്ല. പ്രിയപ്പെട്ടവരെ, ഹയാ വേണം, ലജ്ജ വേണം. നമ്മുടെ ഔറത്ത് അതുപോലെ തന്നെ ഒരു ചെറിയൊരു മുണ്ടെടുത്തിട്ട് എത്ര ആൾ വന്നാലും അതിൻ്റെ മുന്നിൽ ഇങ്ങനെ ഒരു നാണവും മാനില്ലാതെ നിൽക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം നിങ്ങൾക്കറിയില്ലേ? നഗ്നരായ ആളുകൾ കുളിക്കുന്ന സമയം മൂസാ നബി മാത്രം മാറി നിന്നു. സഹിഹായ ഹദീസിൽ റസൂൽ പഠിപ്പിച്ചാണ്, മൂസാ നബി മാറി നിന്നു. സമൂഹം വിചാരിച്ചു ഇവൻ എന്തോ പ്രശ്നമുണ്ട്, ഇവൻ്റെ ശരീരത്തിന് എന്തോ ഒരു കുഴപ്പമുണ്ട്, അതുകൊണ്ടാണ് ഇവൻ ഡ്രസ്സ് അയക്കാത്തത്. അവസാനം അദ്ദേഹം മറഞ്ഞു നിന്ന് വസ്ത്രം ഒരു കല്ലിൻ്റെ മേലെ ഊരി വെച്ചപ്പോൾ പടച്ചോൻ പറഞ്ഞു കല്ലിനോട് ഓടിക്കൊന്നു പറഞ്ഞു. കല്ല് ആ വസ്ത്രം എടുത്തിട്ട് ഓടി. മൂസാ നബി നഗ്നനായിട്ട് ആ കല്ലിൻ്റെ പിന്നാലെ ഓടിയപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ആകാര വടിവൊത്ത സുന്ദരമായ ശരീരം കണ്ടിട്ട് ആളുകൾ ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നത്. ഒരു കുഴപ്പമില്ലല്ലോ, അവന് ഒരു പ്രശ്നമില്ലല്ലോ, ഒരു റൈബുമില്ലാത്ത ശരീരം പടച്ചോൻ കൊടുത്തിട്ടും ആ ശരീരം പ്രദർശിപ്പിക്കാൻ മൂസാ നബി തയ്യാറായിട്ടില്ല. നമ്മുടെ നാട്ടിലെ കുട്ടികളൊക്കെ കുറച്ചൊന്ന് ജിമ്മിലൊക്കെ പോയി ഒന്ന് ബോഡിയൊക്കെ സെറ്റാകുമ്പോൾ പിന്നെ ഒരു നാണവും മാനവും ലജ്ജയില്ലാതെ ഇതിങ്ങനെ പെരുപ്പിച്ച് ആണിൻ്റെ മുന്നിലായാലും പെണ്ണിൻ്റെ മുന്നിലായാലും ഇത് പാടില്ല. പ്രിയപ്പെട്ടവരെ, ഹയാ ഈമാനിൻ്റെ ഭാഗമാണ്, ലജ്ജ ഈമാനിൻ്റെ ഭാഗമാണ്. ആ ലജ്ജ നമ്മിൽ നിന്ന് ഉയർന്നു പോയാൽ ക്രമേണ നമ്മുടെ മനസ്സിൽ നിന്ന് ഈമാനും ഉയർന്നു പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രത്തോളം അറിയോ? ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു സംഗതിയുണ്ട്. എന്താണ്? അവർ പറയാൻ, കുന്തു അദ്ഖുലു ബൈതി ഫീ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ റസൂലിന്റെ മരണശേഷം എൻ്റെ വീട്ടിലേക്ക് കയറാറുണ്ട്. അതായത് സാധാരണ വീട്ടിൽ നിന്ന് ധരിക്കുന്ന വസ്ത്രം ഇട്ടിട്ട് തന്നെയാണ് ഞാൻ വീട്ടിലേക്ക് കയറുക. പ്രത്യേകം ഹിജാബൊന്നും ഞാൻ ധരിക്കാറില്ല. ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിക്കും, ഇതൻ ഒന്നെൻ്റെ ഉപ്പയാണ്, രണ്ടാമത്തെ എൻ്റെ ഭർത്താവാണ്, എന്താ പ്രശ്നം? കുഴപ്പമൊന്നുമില്ലല്ലോ, യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹുവിനെ അവരോടൊപ്പം ഖബറടക്കിയപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയണ്ടോ, ഫവല്ലാഹി
വല്ലാഹി സത്യം, മാ ദഖൽതു ഇല്ലാ വഅന മശ്ദൂദത്തുൻ അലയ്യ തിയാബി ഹയാഉ മിൻ ഉമർ. മരിച്ചു കിടക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു, ഖബറിന്റെ അടിയിൽ കിടക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ടുള്ള ലജ്ജയാൽ ഞാൻ എൻ്റെ ഹിജാബ് വളരെ കൃത്യമായി ധരിച്ചിട്ടല്ലാതെ പിന്നീട് റസൂൽ എൻ്റെ വീട്ടിലേക്ക് ഞാൻ കയറിയിട്ടില്ല. സ്വന്തം വീട്ടിൽ മരിച്ചു കിടക്കണം ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൽ നിന്ന് പോലും ഹയാ കൊണ്ട് ശരിയാവണ്ണം വസ്ത്രം ധരിക്കാതെ ആയിഷ റളിയല്ലാഹു അൻഹ കയറിയിട്ടില്ല. ഇതാണ് ദീൻ, ഇതാണ് ഇസ്ലാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്ന മിമ്മാ അദ്റക അന്നാസ് മിൻ കലാമിൻ നുബുവത്തിൽ ഊല ഇദാ ലം തസ്തഹി ഫസ്ന മാ ശീത്. മുൻകാലഘട്ടത്തിലുള്ള പ്രവാചകന്മാർ അവരുടെ സമുദായത്തോട് പറഞ്ഞെന്താണെന്നറിയോ? നിങ്ങൾക്ക് നാടല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടമുള്ളത് ചെയ്തോ. പ്രവാചകന്മാരുടെ പ്രബോധനമാണത്. എന്താണ് ആ വാക്കുകൾ പഠിച്ചു വെച്ചോ. ഇദാ ലം തസ്തഹി ഫസ്ന മാ ശീത്. നിങ്ങൾക്ക് നാണമില്ലേ, ഇഷ്ടമുള്ളത് ചെയ്തോ, ആവശ്യമുള്ളത് നിങ്ങൾ പ്രവർത്തിച്ചോ എന്നായിരുന്നു പ്രവാചകന്മാരുടെ മുൻകാലഘട്ടത്തിലുള്ള പ്രബോധനം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരുന്നു. ഇനി പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പേടിച്ചിട്ട് ആരെങ്കിലും ഹിജാബ് അഴിച്ചു വെക്കാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അവരോട് പറയാനുള്ളത് ഒരു പൂവൻകോഴിൻ്റെ കഥയാണ്. പണ്ടൊരാൾക്കൊരു പൂവൻകോഴി ഉണ്ടായിരുന്നു. എന്നും സ്വബീ വാങ്ങി കൊടുക്കും ആ പൂവൻകോഴി. അപ്പോൾ ഒരു ദിവസം ഇയാൾ കൂട് തുറന്നിട്ട് പൂവൻകോഴിൻ്റെ കഴുത്ത് പിടിച്ചിട്ട് പറഞ്ഞു, നാളെ മുതൽ നീ എന്ത് ചെയ്യാൻ പാടില്ല, നീ ബാങ്ക് കൊടുക്കാൻ പാടില്ല, നാളെ മുതൽ നീ ബാങ്ക് കൊടുക്കാൻ പാടില്ല. പൂങ്കോഴി ആകെ പേടിച്ചു, ബാങ്ക് നിർത്തി. പിറ്റേ ദിവസം ഇയാൾ കൂട് തുറന്നിട്ട് പറഞ്ഞു, നാളെ മുതൽ നീ പെടക്കോഴികൾ ഒച്ചാക്കുന്ന പോലെ ഒച്ചാക്കണം. ബാങ്ക് നിർത്തി, നാളെ മുതൽ നീ പെടക്കോഴികൾ ഒച്ചാക്കുന്ന പോലെ ഒച്ചാക്കണം എന്നാണ്. പൂവൻകോഴി പേടിച്ചു, അതും ചെയ്തു. പിറ്റേ ദിവസം അയാൾ വന്നു, വീണ്ടും പൂവൻകോഴിൻ്റെ കഴുത്ത് പിടിച്ചിട്ട് പറഞ്ഞു, നാളെ മുതൽ നീ പെടക്കോഴികൾ മുട്ടിടുന്ന പോലെ മുട്ടിടണം. അപ്പോൾ പൂവൻകോഴിക്ക് മനസ്സിലായി, എൻ്റെ കാര്യം തീരുമാനമായി. ഇയാളുടെ പ്രശ്നം എൻ്റെ ബാങ്ക് വിളിയല്ല, ഞാൻ ബാങ്ക് കൊടുക്കുന്നൊന്നല്ല ഇയാൾക്ക് പ്രശ്നം, ഇയാൾക്ക് എന്നെ അറക്കണം, കഴിക്കണം, അതാണ് ഇയാളുടെ പ്രശ്നം. അതൊരു കാരണം അയാൾക്ക് ഉണ്ടാക്കണം. അവസാനം പൂവൻകോഴിക്ക് എന്തായാലും മുട്ടിടാൻ കഴിയില്ലല്ലോ. പൂവൻകോഴി അപ്പം ഇങ്ങനെ സങ്കടപ്പെട്ടു എന്നാണ്, പടച്ചോനെ ബാങ്ക് കൊടുത്തിട്ട് അന്തസ്സായി നല്ലൊരു പൂവൻകോഴിയായി മരിച്ചാൽ മതിയായിരുന്നു. ഇത് ബാങ്കും നിർത്തി പടക്കോഴിനെ പോലെ ഒച്ചയുണ്ടാക്കി അവസാനം പടക്കോഴിയായി മാറുകയും ചെയ്ത്, എന്നിട്ടിപ്പോൾ ഒന്നുമല്ലാത്ത അവസ്ഥയിൽ മരിക്കാൻ. ഇത് മുസ്ലിങ്ങൾ ശരിക്കും മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അവർക്ക് പ്രശ്നം നിങ്ങളുടെ ഹിജാബല്ല, ഫാസിസ്റ്റുകൾക്ക് പ്രശ്നം നിങ്ങളുടെ താടിയല്ല, നിങ്ങളുടെ നമസ്കാരമല്ല, നിങ്ങളുടെ സ്വത്വമാണ്. ആ സ്വത്വം നിങ്ങൾക്ക് ഒരിക്കലും മാറ്റിവെക്കാൻ കഴിയില്ല. ഫാത്തിമ അശ്വതി എന്ന് പേരിട്ടാൽ ആ സ്വത്വം മാറില്ല. അലി അക്ബർ രാമസിംഹൻ എന്ന് പേരിട്ടാൽ ആ സ്വത്വം മാറില്ല, അത് അവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾ എങ്ങനെ പേരിട്ടാലും, എത്ര അമ്പലത്തിൽ പോയി നിങ്ങൾ തൊഴുതാലും, ആണും പെണ്ണും കെട്ട അവസ്ഥയിലേക്ക് നിങ്ങൾ അധപ്പതിച്ചാലും, പ്രിയപ്പെട്ടവരെ, നിങ്ങളെ അവർ കാണുന്ന കണ്ണൊരിക്കലും മാറാൻ പോകുന്നില്ല. അതുകൊണ്ട് അന്തസ്സുള്ള മുഅ്മിനായി ജീവിക്കുക, വിശ്വാസം ആരുടെ മുന്നിലും മടിയറവ് വെക്കാതിരിക്കുക. മുസ്ലിമിന് രണ്ട് ഓപ്ഷനേ ഉള്ളൂ, ഒന്നിക്കിൽ മുസ്ലിമായി ജീവിക്കുക, അല്ലെങ്കിൽ മുസ്ലിമായി മരിക്കുക. അങ്ങനെ ഒരു ഉറച്ച തീരുമാനം നമ്മൾ എടുക്കണം. ആരെയും ഭയപ്പെടേണ്ടതില്ല. പേടിച്ചിട്ട് ഹിജാബ് ഊരി വച്ചാൽ, പേടിച്ചിട്ട് താടി പഠിച്ചാൽ, പേടിച്ചിട്ട് പരിശുദ്ധ ഇസ്ലാമിന്റെ ആദർശങ്ങൾ നാം ഒളിപ്പിച്ചു വെച്ചാൽ, പ്രിയപ്പെട്ടവരെ, അവരതുകൊണ്ട് സമാധാനമടയാൻ പോകുന്നില്ല. നിങ്ങളെ സഹായിക്കേണ്ടത് റബ്ബാണ്, നമ്മെ സഹായിക്കേണ്ടത് റബ്ബാണ്. ലോകമാര് ഭരിച്ചാലും, രാജ്യമാര് ഭരിച്ചാലും, ആരൊക്കെ നിയമനിർമ്മാണങ്ങൾ നടത്തിയാലും, ആരൊക്കെ നീതിപീഠങ്ങളിൽ കയറിയിരുന്നാലും, ആ നീതിപീഠത്തിന്റെ, ആ ഭരണകൂടങ്ങളുടെ, ആ സൈന്യാധിപന്മാരുടെ ഹൃദയങ്ങൾ മുഴുവൻ അല്ലാഹുവിന്റെ വിരലുകൾക്കിടയിലാണ്. അവനുദ്ദേശിക്കുന്ന രീതിയിൽ അത് ചലിക്കും, അവനുദ്ദേശിക്കുന്ന രീതിയിൽ അത് ചിന്തിക്കും, അവനുദ്ദേശിക്കുന്ന രീതിയിൽ അത് സഞ്ചരിക്കുകയും ചെയ്യും. യാതൊരു സംശയമില്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞില്ലേ, ഇൻ കുൻതും ആമൻതും ബില്ലാഹി ഫഅലൈഹി തവക്കലൂ. നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരാണോ, അല്ലാഹുവിൽ നിങ്ങൾ ഭരമേൽപ്പിക്കുക, പടച്ചറപ്പിൽ നിങ്ങൾ ഭരമേൽപ്പിക്കുക. അന്തസ്സുള്ള മുഅ്മിനുകളായി ജീവിക്കുക, പ്രിയപ്പെട്ടവരെ, അന്തസ്സുള്ള വിശ്വാസികളായി ജീവിക്കുക. സ്വന്തം സ്വത്വത്തിൽ അഭിമാനം കൊള്ളുക, അതാരുടെ മുന്നിലും പണയം വെക്കാതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വിശ്വാസത്തോടെ അല്ലാഹുവിനോടുള്ള ത്വാഅത്തോടുകൂടി ജീവിച്ചു മരിക്കാൻ നാഥൻ നമുക്ക് തൗഫീഖും കരളുറപ്പും ഹൃദയത്തിന് ശക്തിയും നൽകുമാറാകട്ടെ. വനസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈൻ വനസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله الصلاة والسلام على رسول الله
وعلى آله وأصحابه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തെയും നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഹിജാബ് ധരിക്കുക എന്നത് ആരുടെയെങ്കിലും ഔദാര്യമല്ല, നമ്മുടെ അവകാശമാണ്. നമ്മുടെ ഭരണഘടന വളരെ വ്യക്തമായി നമുക്ക് എഴുതി തന്നിട്ടുള്ള അവകാശമാണത്. നമുക്കൊന്നും യാതൊരു പ്രശ്നവും തോന്നിയിട്ടില്ലല്ലോ. നമ്മളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ മാലയിട്ടവർ കറുത്ത തുണി കൊടുത്തിട്ട് സ്കൂളിലേക്ക് വരാറുണ്ട്, നമുക്കൊരു പ്രശ്നവും തോന്നിയിട്ടില്ല. കുറിയിട്ടവരുണ്ടാവാറുണ്ട്, നമുക്ക് പ്രശ്നം ഉണ്ടാവാറില്ല. കൊന്ത ധരിച്ചവരുണ്ടാവാറുണ്ട്, മാലയിട്ടവരുണ്ടാവാറുണ്ട്, കാവ്യം എടുത്തവരുണ്ടാ. എന്താണ് അതിന് പ്രശ്നം? അവരുടെ മതം അവരാചരിക്കുന്നു. അത് ഇന്ത്യൻ ഭരണഘടന വളരെ വ്യക്തമായി അവർക്ക് കൊടുത്ത അവകാശങ്ങളാണ്. മൗലികാവകാശങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകണം. നമുക്കുള്ള അവകാശമാണ്, ഔദാര്യമല്ല. ആരുടെ മുന്നിലും കൈകൂപ്പി നിൽക്കേണ്ട ഒരു ആവശ്യവും അതിനില്ല. ഭരണഘടന വളരെ വ്യക്തമായി ആർട്ടിക്കിൾ 14 മുതൽ 31 വരെ എന്തൊക്കെ അവകാശങ്ങൾ ഒരു പൗരനുണ്ട് എന്ന് വളരെ വ്യക്തമായി എഴുതി വച്ചിട്ടുണ്ട്. സമത്വത്തിനു വേണ്ടിയുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള അവകാശം, ചൂഷണങ്ങൾക്കെതിരായിട്ടുള്ള അവകാശം, മതപരമായ ആചാരാനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കാനും പ്രചരിപ്പിക്കാനും പ്രബോധനം ചെയ്യാനുമുള്ള അവകാശം ആർട്ടിക്കിൾ 25, 28 വളരെ വ്യക്തമായി ഇന്ത്യൻ ഭരണഘടനയിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ സാംസ്കാരികമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉയർത്താനും അത് നടത്തിക്കൊണ്ടുപോകാനും അതിൻ്റെ അവകാശങ്ങൾ കൈവശം വെക്കാനുമുള്ള അവകാശം. അതുപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളും കുഴപ്പങ്ങളും നേരിട്ടാൽ അത് ഭരണകൂടത്തിൻ്റെ അടുത്തു നിന്നാണെങ്കിൽ പോലും നിയമപരമായ പരിഹാരം കാണാനുള്ള അവകാശം, റൈറ്റ് ഫോർ കോൺസ്റ്റിറ്റ്യൂഷണൽ റിമഡീസ്, അത് ആർട്ടിക്കിൾ 31-ലുള്ളതാണ്. ഈ അവകാശങ്ങളെല്ലാം ഭരണഘടന വളരെ കൃത്യമായി നമുക്ക് നൽകുന്നുണ്ട്. ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ ഭരണഘടനയാണെന്നുള്ള ബോധം നമുക്കുണ്ടാവുക. ഒരു ഭരണകൂടത്തെയും ഒരു ഫാസിസത്തെയും ഭയക്കേണ്ട ആവശ്യമില്ല. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്വതയില്ലാത്ത പ്രവൃത്തികൾ നമ്മളിൽ നിന്ന് ഇല്ലാതിരിക്കുക. എന്താണ് പക്വതയില്ലായ്മ? നമ്മൾ കുറേ പാമ്പിൻ്റെ മാളങ്ങളുള്ളൊരു സ്ഥലത്തോട്ട് നടന്നു പോവാണ്. നമുക്ക് എന്തായാലും അതിലേ നടന്നു പോകണം, പോയേ പറ്റുള്ളൂ. നമ്മളോട് എന്താ പറയാൻ പഠിപ്പിച്ചത്? തവക്കൽതു അലൈക യാ അല്ലാഹ്, അല്ലാഹുവേ എനിക്കിതിലെ പോകാതെ യാതൊരു നിവൃത്തിയില്ല, ഞാൻ നിന്നിൽ ഭരമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അതിലേ നടന്നു പോവാ. അള്ളാഹുവിൻ്റെ ഭാഗമാണ് ബാക്കി സംരക്ഷിക്കുക. പാമ്പ് നിന്നെ വന്ന് കൊത്താതിരിക്കുക എന്നത് അള്ളാഹിൻ്റെ പണിയാണ്. ഇനി അതിലേ നടന്നു പോകുമ്പോൾ ഞാൻ തവക്കുൽ ചെയ്തിട്ടില്ലേ, ഞാൻ എന്താ ചെയ്യുക? പാമ്പിൻ്റെ മാടത്തിൽ ഇങ്ങനെ കൈയിട്ടിളക്കിയിട്ട് കടിക്കടാ, ധൈര്യം ഉണ്ടെങ്കിൽ കടിക്കുക, ഞാൻ തവക്കുൽ ചെയ്തിട്ട് വരണമെന്ന് പറയൽ എന്തല്ല? പക്വതയല്ല, അത് വിവേകമല്ല. ആ പരിപാടി, ആ പ്രവർത്തനം നമുക്കിടയിൽ നിന്ന് ഉണ്ടാവരുത്. നമുക്ക് നടക്കാം, നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി നമുക്ക് ശബ്ദമുയർത്താം, നിയമം അനുവദിക്കുന്ന എല്ലാ മേഖലകളിലും നമുക്ക് പ്രവർത്തിക്കുകയും ചെയ്യാം. പക്ഷേ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും പ്രതിക്കൂട്ടിലാക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മിൽ നിന്ന് ഇല്ലാതിരിക്കുക അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുസ്ലിമീങ്ങളായി, വിവേകമതികളായി, ഭയമില്ലാത്ത ധൈര്യപൂർണമായ പ്രബുദ്ധരായ പൗരന്മാരായി നമ്മളെ ഈ രാജ്യത്ത് ജീവിപ്പിക്കുമാറാകട്ടെ. നാഥ, ഞങ്ങൾക്ക് നഷ്ടമായി കൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യത്തെ, സമാധാനത്തെ, ശാന്തിയെ നീ തിരിച്ചു നൽകണേ നാഥ. അല്ലാഹുവേ, ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾക്ക് എല്ലാ മതങ്ങളോടും അലിവും കരുണയും ഉണ്ടാക്കി കൊടുക്കണേ നാഥ. അല്ലാഹുവേ, ഈ രാജ്യത്തിൻ്റെ സമാധാനവും ശാന്തിയും ഏറ്റവും നല്ല അന്തരീക്ഷവും നീ എന്നെന്നും നിലനിർത്തണേ നാഥ. ഇസ്ലാമിക പ്രബോധനത്തിനും പ്രചാരണത്തിനും അനുഷ്ഠാനത്തിനും ആചാരത്തിനുമുള്ള എല്ലാ സൗകര്യങ്ങളും ഈ നാട്ടിലും ലോകത്തും ഞങ്ങൾക്ക് നീ നിലനിർത്തി തരണേ നാഥ. അല്ലാഹുവേ, നിൻ്റെ വഹദാനിയത്തിൻ്റെ കലിമത്ത് ലോകത്തിൻ്റെ ഏറ്റവും ഉന്നതിയിൽ നീ എത്തിക്കണേ നാഥ. അതിന് മുസ്ലിങ്ങളെ നീ സഹായിക്കണേ നാഥ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين.